ചെട്ടിനാടിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ എത്തിയതാണ് പ്രിയ മെസ്സിലേക്ക്. കുറേ വീഡിയോസിൽ കണ്ട് ഭയങ്കര പ്രതീക്ഷിച്ചാണ് നമ്മൾ അവിടെ കയറിയത്. ആൻഡ് പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ മീൽസിന്റെ കൂടെ ചെട്ടിനാട് ചിക്കനും പെപ്പർ ചിക്കനും നാട്ടുകോഴിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. എവറിത്തിങ് വാസ് സോ ഗുഡ്, എസ്പെഷ്യലി ഇത് മട്ടൺ. പിന്നെ നമ്മൾ പോയത് ആത്തൻകുടി പാലസിലേക്കാണ്. ഇറ്റ് വാസ് ജെന്യുവൻലി ബ്രെത്ത് ടേക്കിംഗ്. ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ഭയങ്കര ഡീറ്റെയിൽഡ് ആൻഡ് ഇൻട്രിക്കേറ്റ് ആണ്. ആത്തൻകുടി ടൈൽസും ബർമയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോളംസും ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ടിൻഡർ ഗ്ലാസും എല്ലാമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ കോർട്ട്യാർഡ് ആണ്. കഴിഞ്ഞു പോയൊരു റിച്ച് ടൈം പീരീഡിന്റെ ഹിസ്റ്ററി നമുക്കിവിടെ കാണാം. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇറങ്ങിയത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ്, ദി ആത്തൻകുടി ടൈൽ മേക്കിംഗ്. We got to watch the whole process, how they pour the colors, spread them by hand and create those patterns so perfectly. ഇവർ ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട്ലെസ് ആയി തോന്നുമെങ്കിലും അത്ര എളുപ്പമൊന്നും അല്ല എന്ന് മനസ്സിലായത് ഞാൻ ഓരോന്നും ട്രൈ ചെയ്തപ്പോഴാണ്. ഓരോരോ ടൈൽസും എത്ര കെയർ എടുത്തിട്ടാണെന്നറിയോ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ആത്തൻകുടി ടൈൽ. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റോപ്പ് കാരേക്കുടിക്കടുത്തുള്ള വിൻറ്റേജ് കാർ മ്യൂസിയമാണ്. വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും അല്ല അവിടെ പോയതെങ്കിലും അവിടെ എത്തി അതൊക്കെ കണ്ടപ്പോൾ ആകെ അത്ഭുതമായിപ്പോയി. ഒരുപാട് വിൻറ്റേജ് കാർസും ടൂ വീലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. We saw the world's first automated car, the Jeep used in World War, gramophones, a huge collection of cameras, old TVs, tape recorders, and the best part, everything there is still in working condition. And that's how our day 2 ended. It was a long but happy day.